ഇടതുപക്ഷത്തിനെ പറ്റി ഒരു അഭിപ്രായമുണ്ട്. അതായത് മുസ്ലിം വിരുദ്ധരാണ് ഇവർ. അത്തരത്തിലാണ് ഈ പിണറായി വിജയൻ രണ്ടാം സർക്കാരിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നും, തുടർന്ന് സമീപ സമയത്ത് നമ്മൾ വെള്ളാപ്പള്ളിയുടെ നിരവധി പ്രസ്താവനകൾ കാണുന്നുണ്ട്, മലപ്പുറത്തിനെതിരെയും മുസ്ലിം സമുദായത്തിനെതിരെയും പറയുന്നത്. ഇത് രണ്ടും കൂടെ നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റും. ഇത് വലിയ വൈരുദ്ധ്യമുണ്ട് അദ്ദേഹം പറയുന്നതിൽ. അദ്ദേഹം എങ്ങനെയെങ്കിലും ഒന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുക. ആഗോള അയ്യപ്പ സംഗമം അവിടെ ഉയർന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ശരി, മുഖ്യമന്ത്രി അങ്ങനെ ഒന്ന് നടത്തുന്നതിൻ്റെ ആത്മാർത്ഥത ഞങ്ങൾ അംഗീകരിക്കാം. അദ്ദേഹം ഇരുമുടിക്കെട്ടുമായിട്ട് 41 ദിവസത്തെ വിശുദ്ധ വ്രതവും എടുത്ത് ശബരിമല സന്നിധാനത്തിൽ എന്ന് തൊഴുതിട്ട് അവിടുന്ന് തീർത്ഥവും അതുപോലെ പായസവും അരവണയും അതുപോലെ തന്നെ ഉണ്ണിയപ്പവും ഒക്കെ പ്രസാദം സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു വരട്ടെ, ഞങ്ങൾ അംഗീകരിക്കാം. 100% വെല്ലുവിളിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ചുണയുണ്ടോ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് ഉദ്ഘാടനം ചെയ്തതിന് പിന്മാറണം. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന അയ്യപ്പന്മാരുടെ ഒരു സംഘത്തെ ഇതിലേക്ക് ആനയിക്കാൻ അല്ലെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വരവേൽക്കാൻ നിങ്ങൾ ആരാണ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരിക്കലും CPM-നോ പിണറായി വിജയനോ EMS നമ്പൂതിരിപ്പാടെന്ന് പറയുന്ന അസാധാരണമായിട്ടുള്ള ആഖ്യാന പാഠവുമുള്ള ആൾക്കോ ഒരിക്കലും ന്യായീകരിക്കാനും സാധൂകരിക്കാനും കഴിയാത്ത ഒന്നാണ്. കാരണം പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വ്യത്യാസം തന്നെയാണിത്. ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നതിലാണ് പിണറായി വിജയൻ പരാജയപ്പെടുന്നത്, അമ്പേ പരാജയപ്പെടുന്നത്. ദയനീയമായിട്ടുള്ളൊരു പരാജയമായിട്ട് നമുക്കത് കാണാൻ കഴിയുള്ളൂ. നോക്കൂ, PDP-യുമായിട്ടുള്ള ബാന്ധവത്തിൻ്റെ സമയത്ത് EMS ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് കൂട്ടുപിടിച്ച് അങ്ങേയറ്റത്തെ ഒരു എക്സ്ട്രീം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ ചിന്തയിലൂടെ ശ്രമിച്ചത്. അതിങ്ങനെയായിരുന്നു. അതായത് മഹാത്മാഗാന്ധിയും ഒരു മതമൗലികവാദിയായിരുന്നു. അതുപോലെ PDP നേതാവ് മദനിയും ഒരു മതമൗലികവാദിയാണ്. അബ്ദുൽ നാസർ മദനിയും ഒരു മതമൗലികവാദി. അത്രയേ ഉള്ളൂ കുഴപ്പം. അദ്ദേഹം അപ്പോൾ സമീകരിച്ചത് മഹാത്മാഗാന്ധിയോടാണ്. PDP നേതാവായിട്ടുള്ള കോയമ്പത്തൂർ സ്ഫോടന പരമ്പര കേസിലെ പ്രതിയായിട്ടുള്ള തീപ്പൊരി പ്രസംഗങ്ങൾ കൊണ്ട് പൂന്തുറ കലാപം മുതലുള്ള ഒട്ടേറെ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത എതിർപക്ഷത്ത് നിൽക്കുന്നവരെ കൊല്ലുന്നത് സ്വർഗത്തേക്കുള്ള വഴിയാണെന്ന് വിശ്വസിച്ച ഒരു പാർട്ടിയുടെ നേതാവ്, അത് പ്രചരിപ്പിച്ച ഒരു പാർട്ടിയുടെ നേതാവ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ചേർന്നുകൊണ്ട് കളമശ്ശേരിയിൽ ബസ് കത്തിച്ചുകൊണ്ട് തീവ്രവാദത്തിൻ്റെ ഘോഷയാത്ര കേരളത്തിൽ നടത്തി. സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ആ PDP-യുമായിട്ടായിരുന്നു നിലമ്പൂരിൽ CPM-ൻ്റെ ചങ്ങാത്തം. അതായത് തീവ്രവാദപരമായിട്ടുള്ള ആശയങ്ങളുള്ള മതവെറി പൂണ്ട ഒരു പാർട്ടിയുടെ കൂട്ടുപിടിച്ച് ജയിച്ചിട്ട് ഒരു തരത്തിലും CPM-ന് ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു അവിശുദ്ധമായ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നെ വന്നിട്ട് ന്യായീകരണവാദങ്ങൾ ഉയർത്തുക ഒരർത്ഥവുമില്ലാത്ത ഒരു കാര്യമാണിത്. ഇത് ന്യൂനപക്ഷത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു സംഘടനയായിരുന്നുവെങ്കിൽ നമുക്കത് ന്യായീകരിക്കാം. തീവ്രവാദ സ്വഭാവമില്ലാത്ത CPM ഇപ്പോൾ ചേർന്ന് നിൽക്കുന്നത് പോലെ ഭരണഘടനയോടും ജനാധിപത്യത്തോടും ചേർന്ന് നിന്നുകൊണ്ടുകൊണ്ട് ഒരു അടവനയത്തിൻ്റെ ഭാഗമായാൽ പോലും ചേർന്ന് നിൽക്കുന്ന കക്ഷിയല്ല PDP. അങ്ങനത്തെ ഒരു കക്ഷിയല്ല PDP. മാറാട് പൂന്തുറ കലാപങ്ങൾ, പൂന്തുറയിൽ എത്ര മരണങ്ങൾ എല്ലാം വിതച്ച് തീവ്രവാദം, തീവ്ര മതമൗലികവാദം, റാഡിക്കൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുമായിട്ട് വന്ന ഒന്നിനെ പരിരംഭണം ചെയ്യുകയും RSS എന്ന് പറയുന്ന പ്രായേണ ഹിന്ദു ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാനും ഹിന്ദു വിശ്വാസം തകർന്നു പോകുന്ന ഹിന്ദു വിശ്വാസം പിടിച്ചു നിർത്താനും വേണ്ടിയിട്ടുള്ള ഒരു സംഘടന. ഇന്ത്യയിൽ എല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടോ, ചെമ്പഴന്തി ഗുരുകുലത്തിൽ വെച്ച് സമ്മതിച്ച ഒരു കാര്യം പിണറായി വിജയൻ, ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഇന്ത്യയുടെ സംസ്കാരമാണെന്ന് അത്രയും സമ്മതിച്ചാൽ മതി. ആ സംസ്കാരത്തെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന RSS-നെ ഒരു മതമാണെന്ന് ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമാണെന്ന് RSS പറയില്ല. അതിൽ ജാതിയുണ്ടെന്ന് RSS പറയില്ല. നമ്പൂതിരിപ്പാടെന്നുള്ള പേര് RSS-ലാരും പാലായിട്ട് കൊണ്ട് നടക്കാറില്ല. അങ്ങനെയുള്ള പാർട്ടിയെ അവമതിക്കുകയാണ്. ആഗോള തീവ്രവാദം അത് പരത്തിയിട്ടില്ല. ലോകത്തിൻ്റെ ഏതെങ്കിലും സ്ഥലത്തേക്ക് കടന്നു കയറി ബോംബ് വെച്ചിട്ടില്ലെന്ന് വരെ. നൈജീരിയയിലോ
അല്ലെങ്കിൽ എത്യോപ്യയിലോ യമനിലോ അല്ലെങ്കിൽ ഇസ്രായേലിലോ ബോംബ് വെച്ചിട്ടില്ല. അമേരിക്കൻ ട്രേഡ് സെൻറ്റർ തകർത്തിട്ടില്ല. ഈ രാജ്യത്തെ അതിൻ്റെ വിശ്വാസത്തിൻ്റെ ഗോപുരങ്ങൾ സംരക്ഷിക്കാൻ, കയ്യേറപ്പെട്ട ഗോപുരങ്ങളുടെ വീണ്ടെടുക്കലിന് വേണ്ടി അത് ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് RSSൻ്റെ സർസംഘ് ചാലകായിട്ടുള്ള മോഹൻ ഭഗവത്. ഞാൻ അവരുടെ ഐഡിയോളജിയുമായിട്ട് ചേർന്ന് പോകുന്ന ആളായതുകൊണ്ട് പറയുകയല്ല. ഒരു രാഷ്ട്രത്തിൽ പല ധാരകളുണ്ടാകും, അതാണല്ലോ വൈവിധ്യമാർന്നതാണ് നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുമ്പോൾ. ഈ വിശ്വാസധാരയെ പരിരംഭണം ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും. അവരെല്ലാം വർഗീയവാദികളും ലോകം മുഴുവൻ വർഗീയത വിതച്ചുകൊണ്ട് അതിൻ്റെ ഓഫ് ഷൂട്ടായിട്ട് അവർക്ക് വേണ്ടി റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ ഇവിടെ ശ്രമിക്കുന്ന ആൾക്കാരെ പരിശുദ്ധരും എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് പരിരംഭണം നടത്തി കൂട്ടുകെട്ടും സഖ്യവും ഉണ്ടാക്കിക്കൊണ്ട് മത്സരിക്കുന്നത് അത് ശരിയുമാണെന്ന് പറഞ്ഞാൽ ഏത് കമ്മ്യൂണിസ്റ്റുകാരനാണ് അത് അംഗീകരിക്കുക? മാർക്സും ഏഞ്ചൽസും അവരുടെ ശവ കുടീരങ്ങളിൽ കിടന്ന് അവർക്ക് ആത്മാവുമില്ല, ആത്മാവുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അവരുടെ ഭൗതിക ശരീരം സ്പന്ദിക്കുന്ന അസ്ഥിമാടങ്ങൾ തന്നെ അവിടെ വിറകൊള്ളും ഈ പൊട്ടത്തരം പറയുന്നത് കേട്ടിട്ട്. പക്ഷേ ഈ മുസ്ലിം ലീഗിൻ്റെ കൂടെ ഈ മുസ്ലിം സംഘടനകളൊക്കെ തന്നെ, അതായത് ജമാഅത്തെ ഇസ്ലാമി, PDP, പോപ്പുലർ ഫ്രണ്ട്, വെൽഫെയർ പാർട്ടി, SDP, ഇതെല്ലാം കൂടി ഒന്നിച്ചു വരുമ്പോൾ പിണറായി വിജയന് വലിയൊരു ഭീഷണിയല്ലേ ഉയർത്താൻ പോകുന്നത്? അതെ, ഭീഷണി കൊണ്ട് നേരിടുക തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ അയ്യപ്പ സംഗമവും. മുസ്ലിം ലീഗിനെ നിക്കാഹ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ കേരള കോൺഗ്രസിനെ പരിരംഭണം ചെയ്തിരുന്നു. കോടിയേരി ബാലകൃഷ്ണനാണ് അതിൻ്റെ വിജയശില്പി, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ പ്രാവശ്യം അവർ നിലപാട് മാറ്റിയാൽ ഞങ്ങളുടെ കൂടെ ചേർക്കുമെന്നാണല്ലോ അദ്ദേഹം പ്രസ്താവിച്ചത്. പ്രസ്താവ്യമായ പ്രസ്താവന ഇപ്പോഴും നമ്മുടെ കാതിൽ അലയ്ക്കുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ മുസ്ലിം ലീഗിനെ കൊണ്ടുവരാൻ തീവ്ര ശ്രമം നടത്തിയിരുന്നു. അത് നടന്നില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഒരു ബാലൻസ് അവരുടെ ഫേവറായിട്ട് മലബാർ പ്രദേശത്ത് പ്രത്യേകിച്ചും വരുമെന്നുള്ളത് കൊണ്ട് അത് പിടിക്കാൻ വേണ്ടിയാണ് വിശ്വാസമില്ലാഞ്ഞിട്ടും ഒരു വിശ്വാസ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം പോകുന്നത്. നവോത്ഥാനത്തിൻ്റെ മതിൽ കെട്ടുന്ന ഒരാൾ, നവോത്ഥാന ചിന്തകനായിട്ടുള്ള ഒരാൾ, സ്ത്രീ പ്രവേശനം ഇപ്പോഴും കോടതി വിധി ഉണ്ടായിട്ടും നടപ്പാക്കാത്ത ഒരു സന്നിധാനത്തേക്ക്, അതിൻ്റെ പരിസരത്തേക്കോ പോകാൻ പാടില്ല. അതല്ലേ അദ്ദേഹത്തിൻ്റെ വിശ്വാസം. പക്ഷേ മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ കഴിയുമോ? പിണറായി വിജയൻ വിചാരിച്ചാൽ മുസ്ലിം വോട്ടിൽ ആ വോട്ട് ബാങ്കിനകത്ത് ഒരു ഭിന്നത ഉണ്ടാക്കാൻ കഴിയത്തില്ല. സമർത്ഥമായിട്ട് അദ്ദേഹം വിള്ളൽ വരുത്തിയിരുന്നു. അങ്ങനെയാണല്ലോ KT ജലീലൊക്കെ ജയിച്ചത്. സമർത്ഥമായിട്ട് അത് നടത്തിയിരുന്നു. പക്ഷേ അതിന് വില പോകും തോന്നില്ല. തീർച്ചയായിട്ടും ഒരു വിഭാഗം ആൾക്കാർ കോർ കമ്മ്യൂണിസ്റ്റുകളായിട്ട് തന്നെ ഉണ്ട്. പക്ഷേ അവർ ഈ നിസ്കാരമൊക്കെ പിന്തുടരുന്ന ആൾക്കാർ തന്നെയാണ്. പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോൾ പോലും നിസ്കാര പന്തലിൽ കെട്ടി അവർക്ക് കൊടുക്കാറുണ്ട്. കരുനാഗപ്പള്ളിയിലെ ഒരു CPM-കാരൻ എന്താ പറഞ്ഞത്? ഞാൻ 5 നേരം നിസ്കരിക്കുന്നവൻ, അതുകൊണ്ട് ഞാൻ കള്ളം പറയില്ല എന്നാണ് പറഞ്ഞത്. പാർട്ടിക്കാരനാണ്, പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സിൽ പോയിട്ടുള്ള ആൾ പോലും അങ്ങനെയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇൻഡോക്ട്രിനേഷൻ നടക്കുന്നതോടൊപ്പം തന്നെ ഒരു ഇസ്ലാമിസ്റ്റ് ഇൻഡോക്ട്രിനേഷൻ കൂടി അവർ കുത്തിവെക്കുന്നുണ്ടെന്നുള്ളതാണ് ഹിന്ദു വിരുദ്ധത. അതാണിപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ചെലവാക്കാൻ പറ്റിയ യുണീക്ക് സെല്ലിംഗ് പോയിന്റ്, USP എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധതയാണ്. കേരളത്തിലും ഇത് തന്നെ. പക്ഷേ ആ ഹിന്ദു വിരുദ്ധത എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഹിന്ദു സ്പ്ലിറ്റിംഗ്. അതായത് അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഹിന്ദുക്കളെ രണ്ടാക്കി മാറ്റുന്നതിൽ അവർ ഒരു വിധം വിജയിച്ചു. SNDP-യുടെ ആൾക്കാർ, NSSൻ്റെ ആൾക്കാർ ഇപ്പോൾ അവിടുത്തെ 5 സ്റ്റാർ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അണികൾക്ക് ഇതിൽ എതിർപ്പുണ്ട് കേട്ടോ. അവരുടെ അതിനകത്ത് വരെ എന്താ പറയുക, അന്തർധാരകളുണ്ട്, പല അന്തർധാരകളുണ്ട്. അതവിടെ ഇരിക്കട്ടെ, നമ്മുടെ വിഷയമല്ലത്. പക്ഷേ അതിൽ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് ജയിക്കാനുള്ള എല്ലാ അവസരങ്ങളും കുളിച്ചിട്ട് പടിക്കൽ കൊണ്ടിട്ട് കുടം ഉടച്ചു കഴിഞ്ഞു. വിശദീകരിക്കേണ്ട കാര്യമില്ല, നമ്മുടെ പ്രേക്ഷകർക്കറിയാം. അപ്പോൾ അങ്ങനൊരു സാഹചര്യം വളരെ അനുകൂലമായിട്ട് എന്താരോപണം വന്നാലും വേണ്ടുമില്ല, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായിട്ട് ഞങ്ങൾ കൂട്ടുകെട്ടുമെന്ന് പണ്ട് MS നമ്പൂതിരിപ്പാട് പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു ജില്ല അനുവദിച്ചുകൊണ്ടായാലും വേണ്ടുമില്ല, അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നൊരു സന്ദർഭം. ഒരു കാര്യം പറയാം അയ്യപ്പന്മാരോട്, നിങ്ങളിപ്പോൾ എന്തു ചോദിച്ചാലും വരം കിട്ടും. അയ്യപ്പനിൽ നിന്നല്ല, ശബരിമല ശാസ്താവിൽ നിന്നുമല്ല, പിണറായി വിജയനിൽ നിന്ന് അത് ചോദിച്ചു വാങ്ങിക്കുക. അത് നമ്മൾ അതിന് അവസരത്തിനൊത്ത് ഉയർന്നു അത് വാങ്ങിച്ചു കൊള്ളുക. എന്തായാലും എനിക്ക് വിജയനാഥെ തോന്നുന്നത് വലിയ വൻ ചിലവുള്ള 5 സ്റ്റാർ സൗകര്യം. കുമരകത്തൊക്കെയാണ് റിസോർട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്. ട്രിവാൻഡ്രത്ത് ദേവസ്വം ബോർഡിൻ്റെ ഒരാൾ വന്ന് ട്രിവാൻഡ്രം ഹോട്ടലിൽ തന്നെ സ്ഥിരമായിട്ട് താമസിക്കുക ഇത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോടികൾ ചെലവഴിച്ച് നടത്തുന്ന ഒരു പരിപാടി, മഹായജ്ഞമാണ് ഇവർ നടത്തുന്നത്.
അപ്പോൾ അവിടെ കിട്ടാവുന്നത് വല്ലതും ചോദിച്ചങ്ങ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പാണ് വരുന്നത്, ഇപ്പോൾ കിട്ടിയാൽ കിട്ടി. ഇത് മാത്രമേ SNDPയോട് ഇതേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ പരാതിയുള്ള സ്കൂളുകളോ കോളേജുകളോ എല്ലാം വാങ്ങിച്ച് ഇപ്പോൾ കിട്ടിയാൽ കിട്ടി, പിന്നെ നോക്കണ്ട, പിന്നെ ഇനി തിരിഞ്ഞു നോക്കണ്ട എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് പ്രായോഗികമായിട്ടും ഡിപ്ലോമാറ്റിക്കായിട്ടും ഇത് ഉപയോഗിക്കുക. അയ്യപ്പൻ ഇതിനകത്തൊന്നും ഇതിൻ്റെയൊന്നും ഒരാവശ്യമില്ല. നിങ്ങൾ കിട്ടാവുന്ന ഭൗതികമായിട്ടുള്ള സമ്പത്തുകളൊക്കെ വാങ്ങിച്ചു കൂട്ടി വെക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.